അതേസമയം CMRL എക്സാലോജി കേസിന്റെ ലക്ഷ്യം വീണയല്ല താനാണെന്ന് ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ശശിധരൻ കർത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയ മൊഴി മാധ്യമ സൃഷ്ടിയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ന്യായീകരണം. എന്നാൽ വീണ ഉടമയായ ലേക്കർ ഇന്ത്യ കമ്പനിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് പിണറായി വിജയൻ ഒഴിഞ്ഞു മാറുകയും ചെയ്തു. മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയനുമായുള്ള അടുപ്പം കൊണ്ടാണ് മകൾ ടി വീണയ്ക്ക് പണം നൽകിയത് എന്നുള്ളതാണ് ശശിധരൻ കർത്തയുടെ മൊഴി. എന്നാൽ തൊടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വാദത്തെ തള്ളുകയാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ. എല്ലാം മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് എന്നുള്ളതാണ് വാദം. ആരാ പുറത്തു വിട്ടു? മാധ്യമങ്ങളിലല്ലേ ശ്രീമതി ടീച്ചർ വാർത്ത വന്നത്. മാധ്യമങ്ങളിൽ വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അത് ശരിയാവൂ? രേഖയുണ്ടെങ്കിൽ രേഖ കാണിച്ചോട്ടെ. അതൊക്കെ നിങ്ങളുടെ സൃഷ്ടിയല്ലേ എന്ന്. നിങ്ങൾക്ക് എന്തെല്ലാം സൃഷ്ടിക്കാം. നിങ്ങൾ ഏതെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എത്ര കാലമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ആ സൃഷ്ടിക്കുന്നതിന് വല്ല ഫലം ഉണ്ടാക്കാൻ കഴിഞ്ഞോ? ഇനി ഇതും കുറച്ചു നാൾ നോക്ക്, എന്താണ് ചെയ്യാൻ പറ്റുക. ലേക്കർ ഇന്ത്യ എന്നൊരു കമ്പനി കൂടി ടി വീണയുടെ ഉടമസ്ഥതയിൽ ഉണ്ട് എന്നുള്ളതാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ ബാങ്ക് അക്കൗണ്ട് അടക്കം മരവിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ചോദ്യത്തോട് മറു ചോദ്യമാണ് പിണറായി വിജയന്റെ മറുപടി. കമല ഇന്റർനാഷണൽ വിട്ടോന്ന് എങ്ങനെയെങ്കിലും എന്നിലേക്ക് എത്തിക്കാനാകുമോ എന്നാണല്ലോ പലരും നോക്കുന്നത്. എന്നോട് അത്രമാത്രം താല്പര്യമാണല്ലോ എല്ലാവർക്കും. അഥവാ വരട്ടെ എന്നെല്ലാം നമ്മൾ കണ്ടിരിക്കുന്നു. CMRL കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങൾ വലിയ തരത്തിൽ CPM-നെയും പിണറായി വിജയനെയും എല്ലാം പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എന്നതിൽ സംശയമില്ല. എന്നാൽ അതിനെയെല്ലാം തന്നിലേക്ക് അന്വേഷണം കൊണ്ടുവരാനുള്ള ശ്രമം എന്ന് പറഞ്ഞ് തള്ളുകയാണ് CPM-ഉം പിണറായി വിജയനും. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.